മരണത്തെക്കുറിച്ച് കേൾക്കുന്നതും പറയുന്നതും പലരിലും ഭയവും അസ്വസ്ഥതയും ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ജനിച്ച ഏവർക്കും സുനിശ്ചിതമായ മരണത്തെ അത്ഭുതകരമായ ശാന്തതയോടും ദൈവവിശ്വാസത്തോടും കൂടെ നേരിട്ട അപൂർവം ചിലരുണ്ട്. അവരിൽ ഒരാളാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി. ശരീരത്തെ തളർത്തിയ കഠിനമായ വാതരോഗത്താൽ പ്രയാസപ്പെടുമ്പോഴും പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച വിശുദ്ധനായിരുന്നു അദ്ദേഹം. അതിലൊന്നായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച ദ്വിസ്ഥാന സാന്നിധ്യം എന്ന അത്ഭുത വരദാനം. 1774 സെപ്റ്റംബർ 21 ഇറ്റലിയിലെ അരിയൻസോയിലുള്ള തൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കവേ വിശുദ്ധൻ ഒരു ദീർഘനിദ്രയിലേക്ക് വീണു. 2 ദിവസത്തോളം ആഹാരമോ വെള്ളമോ ഇല്ലാതെ ചലനമറ്റ ശരീരത്തോടെ അദ്ദേഹം ആ നിലയിൽ തുടർന്നു. എന്നാൽ സെപ്റ്റംബർ 22 ഉണർന്നപ്പോൾ അദ്ദേഹം തന്നെ പരിചരിച്ചവരോട് പറഞ്ഞത് റോമിൽ മരണക്കിടക്കയിലായിരുന്ന ക്ലെമന്റ് 14 പാപ്പയ്ക്ക് രോഗീലേപനം നൽകാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും താൻ പോയിരുന്നു എന്നാണ്. അത്ഭുതമെന്ന് പറയട്ടെ, അരിയൻസോയിൽ വിശുദ്ധന്റെ ശരീരം അബോധാവസ്ഥയിലായിരുന്ന അതേ സമയത്ത് തന്നെ റോമിൽ പാപ്പയുടെ അരികിൽ വിശുദ്ധ അൽഫോൻസ് നിൽക്കുന്നതായി കർദിനാൾമാരും മറ്റു പ്രമുഖരും നേരിട്ട് കണ്ടിരുന്നു. അതേ ദിവസം രാവിലെ 8 മണിക്ക് പാപ്പ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം 1787 ഓഗസ്റ്റ് 1 വിശുദ്ധ അൽഫോൻസിന്റെ അന്ത്യനിമിഷങ്ങളും അതേപടി വിശുദ്ധവും ശാന്തവുമായിരുന്നു. വേദനയുടെയോ അസ്വസ്ഥതയുടെയോ ഒരു സൂചന പോലുമില്ലാതെ ക്രിസ്തുവിന്റെ ക്രൂശിത രൂപവും പ്രതീക്ഷയുടെ മാതാവിന്റെ ചിത്രവും നെഞ്ചോട് ചേർത്ത് പിടിച്ചായിരുന്നു ആ വിശുദ്ധന്റെ അന്ത്യയാത്ര. മരണാസന്നർക്കായുള്ള പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ ലുത്തിനെയും ചൊല്ലിക്കൊണ്ട് അദ്ദേഹം നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ത്രികാല ജപ പ്രാർത്ഥനയ്ക്കായി മണിമുഴങ്ങിയ അതേ നിമിഷത്തിൽ തന്നെയായിരുന്നു വിശുദ്ധ അൽഫോൻസിന്റെ അനുഗ്രഹീതമായ വിടവാങ്ങൽ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വിശുദ്ധന്റെ ഭൗതിക ശരീരത്തിന് ചുറ്റും കൂടിയ സഹോദരങ്ങൾ ഈ പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലിയ ആ സമയം ആ പുണ്യാത്മാവ് നിത്യതയിലേക്ക് പറന്നുയർന്നു. അദ്ദേഹത്തിന്റെ വിടചൊല്ലലിനു പിന്നാലെ അദ്ദേഹത്തിന്റെ വിശുദ്ധി വിളിച്ചോതുന്ന മറ്റൊരു അത്ഭുതവും നടന്നു. കഠിനമായ രോഗത്താൽ മരണത്തോടടുത്ത ഒരു കുഞ്ഞിനെ വിശുദ്ധന്റെ ചിത്രത്തിന് സമീപം കിടത്തി പ്രാർത്ഥിച്ചു. അടുത്ത നിമിഷം ആ കുട്ടി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ഇതുവരെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ലാത്ത, അൽഫോൻസ് ആരാണെന്ന് പോലും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞ് വിശുദ്ധന്റെ ചിത്രം കണ്ട മാത്രയിൽ കൈകളും കണ്ണുകളും ആകാശത്തേക്ക് ഉയർത്തി ആനന്ദത്തോടെ വിളിച്ചു പറഞ്ഞു, അൽഫോൻസ് സ്വർഗത്തിലാണ്. ആ വിശുദ്ധൻ ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. തൻ്റെ ജീവിതത്തിലും മരണത്തിലും ഒരേപോലെ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ജീവിതം ഇന്നും ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് പ്രതീക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും വലിയൊരു വെളിച്ചമാണ്.